ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വേഗം വരുന്നതിനായ യേശു കർത്താവിൻ്റെ നാമത്തിന് വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, അധ്യക്ഷൻ, എൻ്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിന് അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് നാം ഓരോ പേരുകൾ നൽകാറുണ്ട്. അബ്രഹാമിന് താൻ വിളിച്ചിറക്കിയ ദൈവം സർവശക്തനായിട്ടാണ് വെളിപ്പെട്ടത്, എൽ ഷദായ്. എന്നാൽ ഈ അബ്രഹാം തൻ്റെ പൈതലായ ഇസഹാക്കിൻ്റെ കരം പിടിച്ച് മോറിയ മലയിലേക്ക് നടക്കുമ്പോൾ ആ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പ, തീയും വിറകുമുണ്ട്, യാഗമൃഗം എവിടെ? താൻ സേവിച്ച, തനിക്ക് 100-ാം വയസ്സിൽ ഒരു പൈതലിനെ ദാനം ചെയ്ത, എൽ ഷദായായി എനിക്ക് വെളിപ്പെട്ട എൻ്റെ ദൈവം മകനെ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ് അബ്രഹാം ദൈവത്തിനോട് പറയുകയാണ്, യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളും മകനെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെറുപ്രായം മുതൽ, അല്ലെങ്കിൽ ഈ ദൈവത്തെ അറിഞ്ഞു തുടങ്ങിയ നിമിഷം മുതൽ എൻ്റെ ദൈവം എനിക്കും നിങ്ങൾക്കും നമ്മുടെ തലമുറയ്ക്കും വേണ്ടി തക്ക സമയത്ത് വെളിപ്പെട്ട ദൈവമാണ്. അവൻ യഹോവ ഈരയാണ്. താൻ വിളിച്ചടക്കി മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച തൻ്റെ ജനത്തിന് യഹോവ സൗഖ്യദായകനായി വെളിപ്പെട്ടു. അവനാണ് യഹോവ റാഫ. നല്ല ഇടയനായ സ്വർഗത്തിലെ പിതാവിനെ പരിചയപ്പെട്ടപ്പോൾ തൻ്റെ മുൻപിൽ നടക്കുന്ന ആടുകൾക്ക് ഒരു ഇടയനായ ഞാൻ എത്ര പ്രാരം വിശ്വസ്തയോടെ അതിന് വേണ്ടുന്നതൊക്കെ നൽകിക്കൊടുക്കുമെന്ന് തിരിച്ചറിഞ്ഞ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അതേ സഹോദരങ്ങളെ, അവൻ ദാവീദിന് യഹോവ റോഹിയായി വെളിപ്പെട്ടു. അവൻ തൻ്റെ ജനത്തിന് ഒരു കാലത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നെടുവീർപ്പോടെ ആയിരുന്ന എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിനകത്ത് എൻ്റെ ദൈവം, ആമേൻ, യഹോവ ശാലോമായി വെളിപ്പെട്ടു. ആ സമാധാനം അനുഭവിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അങ്ങനെ വചനം പഠിച്ചാൽ വിവിധങ്ങളായ പേരുകളാൽ ദൈവത്തെ അറിയപ്പെട്ടപ്പോൾ അവന്റെ പ്രവൃത്തിക്കനുസരിച്ച്, അവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതനുസരിച്ച് നമ്മൾ അവനെ പേര് വിളിക്കുമ്പോൾ, ഇതാ താൻ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന, എന്നെ ആരാധിപ്പാനായി ഇറങ്ങിത്തിരിക്കുക എന്ന് മോശയെ കൊണ്ട് ഫറവോനോട് പറയിച്ച ദൈവം, ആ തൻ്റെ ജനം മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക് നടന്നു വരുന്നതിൻ്റെ ഇടയിൽ അവർ രഫീദീമിൽ എത്തിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അവർക്ക് ചുറ്റും അവരെ ആക്രമിക്കാനായി ഇതാ അമാലേക്കർ പുറപ്പെട്ടു വരുന്നു. മോശ ഈ വിവരമറിഞ്ഞപ്പോൾ മോശ യുദ്ധത്തിന് തയ്യാറെടുക്കുകയല്ലായിരുന്നു ചെയ്തത്. മോശ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ആ യോശുവയെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ആളുകളെ കൂട്ടി നീ യുദ്ധത്തിന് താഴ്വരയിലേക്ക് പുറപ്പെടുക. എന്നാൽ ഈ മോശ ചെയ്ത ഒരു കാര്യമാണ് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മോശ പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ഈ വന്ന അമാലേക്കരെ ജയിക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പം, ഈ അമാലേക്യ ശക്തികളെ നിങ്ങൾക്കറിയാമോ? നമ്മളെ ഒരാൾ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് ആക്രമിച്ചാൽ നമുക്കൊരു പരിധി വരെ അവരോട് എതിരിടാം. എന്നാൽ ഈ അമാലേക്യ ശക്തി നീയും നിന്റെ കുഞ്ഞുങ്ങൾ
ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? പുറകിൽ നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന അമാന്യയ്ക്ക് ശക്തിയോട് പൊരുതുവാൻ നിനക്കും എനിക്കും ശക്തിയില്ലാതിരിക്കുമ്പോ മോശ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. അവനിതാ കുന്നിന്റെ മുകളിൽ ദൈവത്തിന്റെ വടി പിടിച്ചുകൊണ്ട് അവൻ കുന്നിന്റെ മുകളിലേക്ക് കയറി. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? രാവിലെ എപ്പോഴും എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഓർത്തോണം, നിങ്ങളുടെ പല കുഞ്ഞുങ്ങളും റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പരീക്ഷ ഒരു യുദ്ധക്കളമാണ്, അവരൊരു പോരാട്ടത്തിലാണ്. ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? അവരവിടെ ഇന്റർവ്യൂവിന് പോകുമ്പോ, അവരെവിടെങ്കിലും പഠനത്തിന് പോകുമ്പോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, വിരിച്ചൊരുക്കിയ ഒരു പായും രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന കവിൾ തലങ്ങളും ഉയർത്തിപ്പിടിച്ച ഒരു കരവും നിനക്കുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ കുഞ്ഞ് കടന്നു പോയിടത്ത് അവര് തോൽവിയുമായിട്ടല്ല കടന്നു വരുന്നത്, അവര് ജയവുമായി കടന്നു വരുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. മോശ എന്ത് ചെയ്യണമെന്ന് കേൾക്കണമോ? മോശ തന്റെ രണ്ട് കരവും കുന്നിന്റെ മുകളിൽ വെച്ച് ഉയർത്തിപ്പിടിച്ചപ്പോ, മനുഷ്യനാണ് മോശ. മോശയ്ക്ക് എന്ത് ചെയ്തു? അവന്റെ കരത്തിന് ഭാരമേറ്റപ്പോ, അവന്റെ കരം പെരിയ താണപ്പോ, അവൻ താഴ്വരയിലേക്ക് നോക്കിയപ്പോ, എന്റെ കരം ഒന്ന് ദൈവസന്നിധി താണപ്പോ, ഇതാ അമാലേക്കർ ഇസ്രായേലിനെ ജയിക്കുകയാണ്. അമാലേക്ക ശക്തികൾ നിന്റെയും നിന്റെ കുടുംബത്തെയും തകർത്ത് വാരാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ആവശ്യകത ഇന്ന് നമ്മൾ കേട്ടല്ലോ. വ്യക്തിപരമായി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനർത്ഥങ്ങൾ വഴിമാറി പോകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. മോശയുടെ കൈക്ക് ഭാരമേറിയപ്പോ മോശ പറഞ്ഞില്ല. അവിടെ കൂടി നിന്ന അഹരോനും ഹൂരും ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരു കല്ലെടുത്തുകൊണ്ട് വന്ന് മോശയുടെ ഇരു കരവും താങ്ങി പിടിച്ചു നിന്നു. സന്ധ്യ വരെ അമാലേക്കരോട് യോശുവ യുദ്ധം ചെയ്തപ്പം മോശയുടെ കരം ഉയർന്നിരുന്നു. എത്ര പേർക്ക് പറയുവാൻ കഴിയും? നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും വ്യർത്ഥമല്ല സഹോദരി. ഞാനൊരു കാര്യം പറയാം. ഒരിക്കൽ ഒരു കുട്ടി പട്ടം പറത്തുകയായിരുന്നു. ഈ പട്ടം പറത്തി ആകാശത്തോളം എത്തുന്ന രീതിയിൽ അവന്റെ കാഴ്ചയിൽ നിന്ന് പട്ടം മറഞ്ഞപ്പോ ചുറ്റും നിൽക്കുന്നവർ അവനോട് പറഞ്ഞു, നീ ഈ പട്ടം പറപ്പിക്കുന്നത് നിർത്ത്. കാരണമുണ്ടല്ലോ, നിന്റെ പട്ടം എപ്പോഴേ അത് താഴേക്ക് കൂപ്പുകുത്തിയതാ. പക്ഷേ അത് കേട്ടോണ്ട് നിന്ന കയ്യിൽ പട്ടത്തിന്റെ ചരടുണ്ടായിരുന്ന ആ വ്യക്തി പറയുകയാണ്, ആ കുഞ്ഞു പറയുകയാണ്, നിങ്ങളെല്ലാവരും ആ പട്ടം കൂപ്പുകുത്തിയെന്ന് പറയുമ്പോഴും എന്റെ കരത്തിനകത്ത് ആ പട്ടത്തിന്റെ മർദ്ദം എനിക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്. ആ പട്ടം കൂപ്പുകുത്തി വീണിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആയിരങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് പറയുമായിരിക്കാം, നീ പ്രാർത്ഥിക്കുന്ന വിഷയം, നീ എന്തിനേക്ക് എടുത്തു ചാടുന്നോ ആ വിഷയം പരാജയപ്പെടുമെന്ന് പറയുമ്പോഴും നിനക്കും എനിക്കും പറയുവാൻ കഴിയണം, എന്റെ മുൻപിൽ ഞാൻ കാണുന്നത് തോറ്റു പിന്മാറിയ ഒരുവനെ അല്ല. 2000 വർഷത്തിന് മുമ്പ് ഒരു കല്ലറയ്ക്കകത്ത് ഒതുക്കുമെന്ന് കരുതിയ എന്റെ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഇന്നും എന്നോടൊപ്പം നടക്കുന്ന ആ വിജയശ്രീ ലാളിതനായ കർത്താവാണ് എനിക്ക് മാതൃകയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ നമുക്ക് വായിച്ചു തീരുമ്പോൾ ഇങ്ങനെ കാണാം, മോശ യുദ്ധം ചെയ്തില്ല. മോശയുടെ പ്രാർത്ഥനയാകുന്ന ആ വടി, ദൈവത്തിന്റെ വടി ഉയർന്നു നിന്നപ്പോ സന്ധ്യായാമമായപ്പോ യോശുവ കയറി വന്നു. ഇതാ അമാലേക്കർ അവരോട് തോറ്റു. അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, രാവിലെ തുടങ്ങിയ പ്രാർത്ഥനയ്ക്ക് വൈകിട്ട് വരെ ആകുമ്പോൾ ക്ഷീണിച്ചും മടുക്കരുത്. ഒരു സൂര്യൻ അസ്തമിച്ചാൽ അടുത്ത പ്രഭാതത്തിൽ അത് വീണ്ടും പൊങ്ങി വരുമെന്ന് ഓർത്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഒരു സൂര്യനും നിന്റെ സൂര്യൻ ഉദിക്കും
ജീവിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് അവസാനമായി പറഞ്ഞു നിർത്തട്ടെ, മോശയ്ക്ക് പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയപ്പം മോശ അടങ്ങി നിന്നില്ല സഹോദരങ്ങളെ. മോശ ഉടനെ തന്നെ അവിടെ ഒരു യാഗപീഠം പണിഞ്ഞു. നിന്റെ പല പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥിച്ചിട്ടും മറുപടി അയക്കുമ്പോൾ നീ ദൈവത്തെയും പ്രാർത്ഥിച്ചവരെയും മറന്നു പോകരുത്. നീ അവർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം നീ ഒരുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, മോശ ജയിച്ചു കഴിഞ്ഞപ്പോൾ മോശ പറയുകയാണ്, യഹോവ നിസി, ദൈവമാണ് എന്റെ ജയത്തിന്റെ കൊടി. God is my banner. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വിജയം തരുവാൻ, റിസൾട്ടിനായി കാത്തിരിക്കുന്ന, അടുത്ത പഠനത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുണ്ട്. എഴുതി വെച്ച് പറയണം, യഹോവയാണ് എൻ്റെ വിജയത്തിന്റെ കൊടി, യഹോവയാണ് എൻ്റെ ജയത്തിന്റെ കൊടി. യഹോവ നിസിയായി എന്റെയും നിങ്ങളുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ദേവദാസനോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മാറാനാഥ.